സ്പൗസ് വിസയിൽ അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വിസയിൽ യു എയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി നോക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം. വർക്ക് പെർമിറ്റ് ഇല്ലാതെ യു എയിൽ ജോലി ചെയ്യുന്നത് ഇല്ലീഗലാണ്. സോ നിങ്ങളൊരു കമ്പനിയിൽ ജോലിക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും വർക്ക് പെർമിറ്റ് എടുത്തിട്ടുണ്ടാവണം. വർക്ക് പെർമിറ്റ് എടുക്കാതെ ഡിപ്പെൻഡന്റ് വിസയിൽ അല്ലെങ്കിൽ സ്പൗസ് വിസയിലുള്ള ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് ശമ്പളം കൊടുക്കാതെ പറ്റിക്കുന്ന കേസുകൾ യു എയിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. സോ ഇത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായാൽ വർക്ക് പെർമിറ്റ് ഇല്ലാത്തിടത്തോളം നിങ്ങൾക്ക് കമ്പനിക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല. നിങ്ങൾ സ്വന്തം വിസയിലായതുകൊണ്ട് മറ്റ് എംപ്ലോയീസിന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കമ്പനിയിൽ നിന്ന് ലഭിക്കും. മാത്രമല്ല പ്രൊബേഷൻ പീരീഡിൽ റിസൈൻ ചെയ്യുമ്പോൾ മറ്റ് എംപ്ലോയീസ് നേരിടുന്ന വിസ കോസ്റ്റിന്റെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. നോട്ടീസ് പീരീഡ് കംപ്ലീറ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ സാധിക്കും. എംപ്ലോയ്മെന്റ് വിസയിലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന എല്ലാ എൻഡ് സെറ്റിൽമെന്റ്സും, അതായത് 6 മാസത്തിന് ശേഷം റിസൈൻ ചെയ്യുമ്പോൾ ലഭിക്കേണ്ട ആനുവൽ ലീവ് സാലറിയും 1 വർഷത്തിന് ശേഷം റിസൈൻ ചെയ്താൽ ലഭിക്കുന്ന ഗ്രാറ്റുവിറ്റിയും ഉൾപ്പെടെയുള്ള എല്ലാ എൻഡ് ബെനിഫിറ്റ്സും സ്പൗസ് വിസയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും അവകാശപ്പെട്ടതാണ്.